സോ ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S21 FEയിൽ ഗ്രീൻ ലൈൻ വന്നിട്ട് ഒരു മാസത്തിൻ്റെ മേലെയായി. ഇപ്പോൾ സർവീസ് സെൻറ്ററിലും കൊടുത്തിട്ട് ഒരു മാസത്തിൻ്റെ മേലായി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് സിം ട്രെയിൻ്റെ അടുത്ത് ചെറുതായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരു സർവീസ് സെൻറ്റർ പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വേറെ ഒരു സർവീസ് സെൻറ്റർ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു എൻ്റെ ഫോണ്. പറഞ്ഞത് 3 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറ്റി കിട്ടും, ഡെയിലിന് ഡിസ്പ്ലേ വരുത്തണം, എന്നിട്ട് അവർ പഴയ ഡിസ്പ്ലേ മാറ്റിയിട്ട് പുതിയ ഡിസ്പ്ലേ ഇടുന്നതായിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞിട്ടും അവരുടെ ഒരു കോളൊന്നും കാണാനില്ല. എൻ്റെ ഇടയിൽ എൻ്റെ കസിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 വേരിയൻറ്റ് സാംസങ് ഗാലക്സി S21 FEയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വീണിരുന്നു. അവർ ഒറ്റപ്പാലത്തെ സർവീസ് സെൻറ്ററിലാണ് പോയിട്ട് കൊടുത്തത്. അപ്പോൾ ഒറ്റപ്പാലത്തെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർക്ക് 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഫോൺ തിരിച്ചു കിട്ടി. പക്ഷേ എൻ്റെ ഫോണ് ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ പോയിട്ട് ചൂടൊക്കെ ആയി, കുറച്ച് ചൂടായിട്ടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്രൂവ് ആയിട്ടുണ്ട്, ഒരാഴ്ച കൂടി പിടിക്കും നമുക്ക് ഡിസ്പ്ലേ ഒക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കൊറിയറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊറിയറിൽ വന്ന ഉടനെ തന്നെ ഡിസ്പ്ലേ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും എന്ന്. അപ്പോൾ അങ്ങനെ കറക്റ്റായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേ വന്നിട്ട് അവർക്ക് ഫിക്സ് ചെയ്ത് തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരണതെന്ന്. ഇപ്പോൾ S23ലും വരുന്നുണ്ട്, S21 FEയിലും വരുന്നുണ്ട്, A55ലും വരുന്നുണ്ട്, അങ്ങനത്തെ കുറേ സാംസങ്ങിൻ്റെ ഫോൺസിൽ വരുന്നുണ്ടെന്ന്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണോണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചു സർവീസ് എഞ്ചിനീയറിനോട്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടാവും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ. ആദ്യം നമ്മളൊരു സെറ്റിങ്സ് ടേൺ ഓഫ് ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റിങ്സിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയിട്ട് ഇവിടെ ഓട്ടോ ഡൗൺലോഡ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങൾ S23 ആണെങ്കിൽ ഇല്ലെങ്കിൽ S22 ഒക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഇതാദ്യം നെവറിലാക്കി വെക്കുക. യൂസിങ് വൈഫൈ ഓൺലി യൂസിങ് വൈഫൈ മൊബൈൽ ഡാറ്റ അത് ഓഫാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് നെവറിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ആവില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യം ആക്കി വെക്കുക. പിന്നെ പറഞ്ഞത് ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണോണ്ടല്ല വരുന്നത്, ഇങ്ങനെ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവണോണ്ടാണ്. അതേമാതിരി ഫോൺ ചൂടാവാതെ നോക്കുക, പരമാവധി ഫോൺ ചൂടാവാതെ നോക്കുക, ഡിസ്പ്ലേ ചൂടാവാതെ നോക്കുക. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. വെറും 500 രൂപ വന്നുള്ളൂ, 501 രൂപ വന്നുള്ളൂ എനിക്ക്. കുറേ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ടായിരുന്നു ഇങ്ങനെ സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ അവർക്ക് ഡിസ്പ്ലേ മാറ്റി കിട്ടി പ്ലസ് ബാറ്ററി മാറ്റി കിട്ടിയെന്ന്. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ബാറ്ററി ഒന്നും മാറ്റി കിട്ടിയിട്ടില്ല, ഡിസ്പ്ലേ മാത്രമേ എനിക്ക് മാറ്റി കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഏത് സർവീസ് സെൻറ്ററിലാണ് നമുക്ക് പോയ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പോയ സർവീസ് സെൻറ്ററിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. എന്തായാലും ഒരു 1-1.5 മാസം എനിക്ക് എൻ്റെ ഫോൺ കൊടുത്തിട്ട്, എന്നാലും ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറ്റി കിട്ടി. പക്ഷേ 1-1.5 മാസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ തൃശ്ശൂർ ഭാഗത്തോ ഇല്ലെങ്കിൽ ഒറ്റപ്പാലം ഭാഗത്തോ അല്ലെങ്കിൽ പാലക്കാട് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റപ്പാലത്തെ ഒരു സർവീസ് സെൻറ്റർ ഉണ്ട്. ഒറ്റപ്പാലത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു സർവീസ് സെൻറ്റർ ഉണ്ട്, സാംസങ്ങിൻ്റെ ഓത്തറൈസ് സർവീസ് സെൻറ്റർ. അവിടെ പോയി കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ പെട്ടെന്ന് ഫോണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ മാറ്റി വേഗം കിട്ടും ചെയ്യും. പിന്നെ എൻ്റെ കസിനും 500 രൂപയുടെ അടുത്തേ വന്നിട്ടുള്ളൂ ഡിസ്പ്ലേ മാറ്റി കിട്ടാൻ. ഓക്കെ. അപ്പോൾ അവനും ബാറ്ററി ഒന്നും മാറ്റി കിട്ടിയില്ല, ഡിസ്പ്ലേ മാത്രമേ മാറ്റി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സാംസങ് ഗാലക്സി S21 FE ഞാൻ സെല് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഇത് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു സാംസങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ ഒരു ഐഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അറിയില്ല, നോക്കട്ടെ. ഇനിയിപ്പോൾ ഇതിന് Android 16 കിട്ടുമോ ഒരു സംശയമാണ്. പിന്നെ സെക്യൂരിറ്റി പാച്ചസ് മാത്രമേ വരുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇപ്പോഴും കുറവ് തന്നെയാണ്. പിന്നെ ക്യാമറ ക്വാളിറ്റിയും ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ ഞാൻ സെല് ചെയ്യാൻ നോക്കുകയാണ്. ഇനി ഭാവിയിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ഓഫർ വല്ലതും കിട്ടുകയാണെന്ന് വെച്ചാൽ, വേറെ ഫോണിൽ നല്ല ഓഫർ വല്ലതും കിട്ടുകയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ കൊടുത്തിട്ട് പുതിയൊരു ഫോൺ മേടിക്കും. ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ AnTuTu ബെഞ്ച് മാർക്കിൽ ഇവിടെ 60% ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത്. ഔട്ട് ഓഫ് 4500 ഇവിടെ ഇപ്പോൾ 2607 ബാറ്ററി ഉള്ളത്.
അപ്പോൾ എന്തായാലും നീ ബാറ്ററി ഒക്കെ മാറ്റണമെങ്കിൽ 1500 1600 രൂപ വരും, സർവീസ് ചാർജ് അടക്കം. ഇപ്പോൾ ഇവിടെ 1 വർഷം കൂടി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നീ Android 16 വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതെനിക്ക് പറയാൻ പറ്റില്ല ഷുവറായിട്ട്, സാംസങ് തീരുമാനിക്കണ മാതിരി ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ Android 16 കിട്ടുമെന്ന്. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്